ഇന്ന് ഫ്യൂ സ്റ്റാറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ സിംഗിളായിട്ട് എടുത്ത് രണ്ടായി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നന്നായി 3 4 ചുറ്റും നല്ല ഭംഗിയായി ചുറ്റി കൊടുക്കുക. ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ചധികം പീസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഗിയർ വയർ എടുക്കാം. ആവശ്യമുള്ള നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. ബാക്ക് ചെയിൻ എടുത്ത് ബാക്ക് ചെയിനിൻ്റെ റൗണ്ടിലൂടെ ഇട്ട് കൊടുക്കുക. ബാക്ക് ചെയിൻ അവോയ്ഡ് ചെയ്തിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ തിരിച്ചെടുത്ത് നന്നായി വലിച്ച് പ്രസ് ചെയ്തൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്പിൻ്റെ പിറകുവശത്ത് കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. കരിമണി ബീഡ് ഇട്ട് കൊടുക്കുക. ക്യാപ്പിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഇടുക. പിന്നീട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. ക്യാപ്പ്, കരിമണി, ക്യാപ്പ്, പിന്നെ ഗോൾഡൻ ബീഡ്. ഇങ്ങനെ ഈ പാറ്റേണിൽ മുഴുവനായിട്ടും നമുക്ക് ചെയ്തെടുക്കാം. പിന്നീട് ഗിയർ ലോക്കും ബാക്ക് ചെയിനിൻ്റെ മറ്റേ എൻഡും ഇതുപോലെ ഇട്ട് നന്നായി വലിച്ച് ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മാല തയ്യാറായിട്ടുണ്ട് കേട്ടോ.